ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോടനത്തിൽ സൈനിക ക്യാമ്പ് ഒലിച്ചുപോയതായി റിപ്പോർട്ട്. 9 സൈനികരെ കാണാതായതായാണ് സൂചന. മേഖലയിൽ 200-ലേറെ പേരുണ്ടായിരുന്നതായി പ്രദേശവാസികൾ. പ്രദേശത്തെ ഹെലിപാഡ് ഒലിച്ചുപോയി. ആദിൽ പാലോടാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദിൽ, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് വരുന്നത്. എന്താണ് ഉണ്ടായത്? ഈ കാണാതായവർക്കായുള്ള തിരച്ചിലും ഇപ്പോൾ നടക്കുന്നുണ്ടോ? എത്തരത്തിലാണ് ഇപ്പോൾ ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനം? ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ആര്യ, പ്രദേശത്തെ സൈനിക ക്യാമ്പ് ഒലിച്ചു പോയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 9 സൈനികരെ കാണാതായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. മേഖലയിൽ 200-ലേറെ പേരുണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറയുന്നുണ്ട്. പ്രദേശത്തെ ഹെലിപ്പാഡ് ഒലിച്ചുപോയി. നിരവധി റോഡുകൾ പോയിരുന്നു. 50ഓളം കെട്ടിടങ്ങൾ മണ്ണിനടിയിലായി. ഇരുപത്തിൽ വലിയ അപകടമാണ് ഉണ്ടായത്. സമീപത്ത് സൈനിക ക്യാമ്പ് ഉണ്ടായിരുന്നു. 4 കിലോമീറ്റർ അകലെ മേഘവിസ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ് നേരത്തെ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നത്. ഇതിൽ തന്നെ ഒരു സൈനിക ക്യാമ്പ് കൂടി ഒലിച്ചുപോയെന്നും 9 സൈനികർ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നും കാണാതായിട്ടുണ്ടെന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. NDRFന്റെയും സൈന്യത്തിന്റെയും SDRFന്റെയും നേതൃത്വത്തിലുള്ള നടപടികളും തിരച്ചിലുമാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. 50-ലേറെ പേർ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് സംശയം. 130 പേരെ നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നു അതിസാഹസികമായി. ആര്യ, ഓക്കെ, സൈനിക ക്യാമ്പ് ഒലിച്ചുപോയി. അതിൽ 9 സൈനികരെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. ആദിൽ പാലോടാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.